ഇമിഗ്രേഷനും കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് നമുക്കൊരു സിമ്മും നമുക്ക് പോകേണ്ടുള്ള പ്ലെയിനാണ് X54. വെള്ളം കിട്ടിയിട്ടുണ്ട്. അൻവർക്കാക്ക് വേണ്ടി പെട്ടിയിൽ എഴുതുകയാണ്. 70 ഗ്രാം എന്ത് കാണുന്നു, എന്തെടുത്താലും 200 രൂപ. ഞാൻ പോണ ഫ്ലൈറ്റാണ് IX541. വന്ന വണ്ടിയാണ്. എൻ്റെ ബാഗ് വരുന്നത് വരുന്നു. നമ്മൾ സാധനം എടുത്ത് നമ്മൾ ഇങ്ങനെ ബുർജ്മാൻ കേട്ടോ. അതുകൊണ്ട് അവിടെയാണ് മെട്രോ സ്റ്റേഷൻ. ഇബ്രാ ക്രോസിൽ ആരും പാർക്ക് ചെയ്യത്തില്ല. കളർ നോക്കി ഇഡിലും ടേസ്റ്റാണ്. ഇപ്പം നിൽക്കുന്ന കറക്റ്റ് കരാമയല്ലടാ, ഇതാണ് എൻ്റെ കൂട്ടുകാരൻ വിഷ്ണു. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർപോർട്ടിലാണ്. എയർപോർട്ടിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ നേരെ ദുബായി പോവുക. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗാണ്, ചെറിയ വ്ളോഗാണ്, വലിയ വ്ളോഗൊന്നുമില്ല, ചെറിയൊരു വ്ളോഗ്. അപ്പം എന്നെ കൊണ്ടുവിടാൻ വന്നത് വരും കേട്ടോ ഗൈസ്. ഇതുവരെ ഞാൻ പോയി കഴിഞ്ഞിട്ട് ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ വലുതാവും വരും. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ വരാൻ ഞാൻ ആദ്യമായിട്ടാണ് പോകണം. അപ്പോൾ ആദ്യമായിട്ട് പോകുന്നത് കാരണമുണ്ട് എനിക്കൊരു പക അറിയത്തില്ല. അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ എടുത്ത് പോകണമായിരിക്കും. ടെർമിനൽ 2 ദുബായിലും ടെർമിനൽ 2 ഇന്നുമാരെ കാണാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. പാക്ക് ചെയ്യുന്ന റിസ്വാൻ വയ്യ നോക്കിയ ഈ പെട്ടിയിൽ ഇനി ഇത് മാത്രമേ ഉള്ളൂ, സ്റ്റിക്കർ മാത്രമേ ഉള്ളൂ. അൻവർക്കാക്ക് വേണ്ടി പെട്ടിയിൽ എഴുതുകയാണ്. പെട്ടിക്കകത്ത് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് ആരും പിടിച്ചു തീർത്തതില്ല. ഇവന്റെ പാട്ട് ചൂന്റെ പാട്ട് നമ്മൾ ആ പള്ളി കയറി നിസ്കരിച്ചിട്ട് ഇനി ഇവിടെ നിന്ന് നേരെ അങ്ങ് പോകുക കേട്ടോ. ഏകദേശം 9 മണിയാകുമ്പോൾ നമുക്ക് അവിടെ എത്തണം കേട്ടോ. നമ്മളിപ്പോൾ കല്ലമ്പലം വരെ എത്തിയിട്ടുണ്ട്. റിസ്വാനൊക്കെ അതാ ഇറങ്ങി. ഇനി കല്ലമ്പലത്തിൽ നിന്ന് നേരെ 9 മണിയാകുമ്പോൾ നമുക്ക് അവിടെ എത്തണം. രാജകുമാരിയുടെ പുതിയ ബിൽഡിംഗ് വന്നിട്ടുണ്ടല്ലോ അവിടെ. തിരിച്ചു ഇവിടെ നിന്ന് ഒരു ഫോട്ടോ കോപ്പി കൂടെ എടുക്കാനുണ്ട്. ഇവിടെ എവിടെയെങ്കിലും ഫോട്ടോ കോപ്പി DTP എടുക്കുന്നുണ്ടെങ്കിൽ അതും കൂടെ എടുക്കണം. ടെർമിനൽ 2 വന്നിരിക്കുന്നത്. ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം കേട്ടോ. ഞാൻ ആദ്യമായിട്ടായതുകൊണ്ട് എനിക്കൊരു ഭാഗം അറിയത്തില്ല. D1, D2 എന്ന് പറയുന്നത് എഴുതിയിട്ടുണ്ട്. വണ്ടി പാർക്ക് ചെയ്യാൻ പോയത്. വണ്ടി പാർക്ക് ചെയ്തിട്ട് വരണം. എനിക്ക് പോകേണ്ടുള്ള പ്ലെയിനാണ് X541 കേട്ടോ. 541 ദുബായ്. ഹിന്ദിയിൽ എഴുതി കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലാണ് ടെർമിനൽ 2. ഇതിൽ D1, D2 ഉണ്ട്. ഇതിലേതെങ്കിലും ഒരെണ്ണമായിരിക്കും എൻട്രി ആയിട്ട് കയറുണ്ട്. അപ്പം ഞാൻ പോവാണ്. റിസ്വാൻ കരയുന്നെന്നാണ് പറയുന്നത്. ഓക്കെ ഒന്നുമില്ല. ഓക്കെ ബാക്കി പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് പോവുകയാണ്. വീഡിയോ എടുത്ത് തകർക്കുക കേട്ടോ. ശരിയെന്നാ പോവും. അപ്പം അതുവഴിയാണ് നമുക്ക് കയറേണ്ടത്. എന്തായാലും ഫോൺ എടുത്ത് വെച്ചിട്ട് നോക്കുക. അകത്ത് കയറേണ്ട ആദ്യമായിട്ടാട്ടോ നമ്മൾ എയർപോർട്ടിൻ്റെ അകത്ത് കയറുന്നത്. ഈ വണ്ടി ഓട്ടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാട്ടോ. ആദ്യം ഓട്ടിച്ച് പ്രാക്ടീസ് ചെയ്യണം. തെക്കോട്ടും വടക്കോട്ടും പോകണം. ഇവിടെ ഒടുക്കത്തെ ക്യൂ ആണ് കേട്ടോ. അതാണ് നമ്മൾ ബോർഡിംഗ് പാസ് കിട്ടുന്ന സ്ഥലം കേട്ടോ. എയർ ഇന്ത്യയുടെ ഇവിടെ ഏത് സ്ഥലത്ത് വേണമെങ്കിൽ നമുക്ക് ബോർഡിംഗ് പാസ് എടുക്കാൻ കേട്ടോ. ഞാൻ നിൽക്കാം. അടുത്ത ഞാൻ എന്തായാലും എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഇത് ബോർഡിംഗ് പാസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ ഇവർ പറഞ്ഞിട്ടുണ്ട്. ലഗേജ് കൊടുത്തതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ അറിയിക്കും. അതിന് വേണ്ടിയാണ് ഇവിടെ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുകയാണ്. ഒരു വണ്ടി പോയതുണ്ട് അവിടോട്ട്. അവിടെയാണ് നമ്മൾ ബോർഡിംഗ് പാസ് എടുത്തത്. നമുക്കത് കിട്ടിയ ബോർഡിംഗ് പാസ് ഇതാണ്. അപ്പോൾ ഇനി എന്തായാലും 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ആദ്യമായിട്ടോ ഞാൻ ട്രിവാൻഡ്രം എയർപോർട്ടിൽ കയറുന്നത്. എന്ത് ഹൈറ്റാന്ന് നോക്കി. ഇമിഗ്രേഷൻ അങ്ങോട്ടാണ് കേട്ടോ. ഇമിഗ്രേഷൻ നമ്മുടെ എഴുതി വെച്ചിരുന്നുണ്ട്. ഇമിഗ്രേഷൻ നമുക്ക് അങ്ങോട്ടാണ്. ഇമിഗ്രേഷൻ സെക്യൂരിറ്റി ചെക്കിങ് അങ്ങോട്ടാണ്. അങ്ങോട്ട് പോകണം. ഇനി നമുക്ക് അത് കഴിഞ്ഞ് സ്റ്റെപ്പ് കയറി മുകളിലോട്ടൊക്കെ പോകണം. ഞാൻ പോകുന്ന ഫ്ലൈറ്റാണ് IX541. ഏകദേശം 12:10 ഈ ഫ്ലൈറ്റ്. ഇമിഗ്രേഷനിൽ പോകണമെങ്കിൽ നമ്മളിവിടെ കൊടുത്ത ലഗേജിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഉള്ള ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു 10 മിനിറ്റ് കൊണ്ട് നിൽക്കാൻ പറ്റും. എന്തെങ്കിലും പ്രശ്നം ഇല്ലെങ്കിൽ വിടാമെന്ന് പറയും. അങ്ങനെ ഇരിക്കുകയാണ് ഗൈസ്. ഞാനിവിടെ ഇങ്ങനെ കുത്തി ടെർമിനൽ 2 D1 കയറുക. നേരെ വരുന്ന ഈ വഴിയാണ്. ഈ വഴി നേരെ വന്നിട്ട് നമ്മൾ അവിടെ പോയി നിൽക്കുക. അവിടെ എയർ ഏഷ്യയുടെ കൊണ്ട് അവിടെ ഉണ്ട് എയർ ഏഷ്യ, ഇത് എയർ ഇന്ത്യ. അങ്ങനെ നേരെ പോവുക, ബോർഡിങ് എടുക്കുക. ഇത്ര ഉള്ളു, വെരി സിമ്പിൾ. നമ്മൾ ഈ സ്റ്റെപ്പ് കയറിയാണ് ഇമിഗ്രേഷന് പോകുന്നത് കേട്ടോ. ഇവിടെ നിന്ന് കയറുക,
ഇമിഗ്രേഷനിലോട്ട് പോവാം ഗൈസ്. ഇത് വലിയൊരു ഇതാണല്ലോ ഗൈസ്, അടിപൊളിയായിട്ട്. ഇവിടെ ലിഫ്റ്റ് ഉണ്ട്, ലിഫ്റ്റിൽ കയറി വേണമെങ്കിൽ പോവാം. പക്ഷെ നമ്മൾ ഇതിൽ കയറി പോവാം. ഇമിഗ്രേഷനിലോട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് അതെ ഗൈസ്, ഇത് വല്ലാത്തൊരു സ്റ്റെപ്പാണല്ലോ. അത് അവിടെ നിന്ന് നേരെ ഇപ്പോൾ ഇമിഗ്രേഷൻ വന്നിരിക്കുക. അവിടെ നിന്ന് സ്കാൻ ചെയ്യുക, ഇവിടെ നിന്ന് ഇങ്ങനെ കയറി ഇമിഗ്രേഷൻ വരിക. എൻ്റെ ഗേറ്റ് 4 ആണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടം വരെ എത്തി. ഇമിഗ്രേഷനും കഴിഞ്ഞ് സെക്യൂരിറ്റിയും കഴിഞ്ഞ് ഇത് ഗേറ്റ് 4. ഇത് ഗേറ്റ് 2 അല്ല, ഗേറ്റ് 4 ആണ് ഞാൻ പോകുന്നത്. അപ്പോൾ അങ്ങോട്ട് നടക്കണം ഗൈസ്, അങ്ങോട്ട് നടക്കണം. നമ്മൾ സെക്യൂരിറ്റി ചെക്കും ഇമിഗ്രേഷനും കഴിഞ്ഞ് അവിടെ എത്തി ഗൈസ്. ഇനി എനിക്ക് ഈ ഗേറ്റ് 4 വഴിയാണ് അകത്തോട്ട് കയറേണ്ടത്. അപ്പോൾ ഞാൻ ലോഞ്ചുണ്ട്, ലോഞ്ചിൽ കയറി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റും. ഏകദേശം ഇപ്പം 11 മണിയായിട്ടുള്ളൂ. ഏകദേശം 1 മണിക്കൂറുണ്ട്. 12:20 എൻ്റെ ഫ്ലൈറ്റ് വരുന്നത് കേട്ടോ. ഇതിപ്പോൾ വേറൊരു ഫ്ലൈറ്റ് വന്ന് അവർ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഇതുവഴിയാണ് അകത്തോട്ട് കയറേണ്ടത്. എന്തായാലും പോയി വെയിറ്റ് ചെയ്തിട്ട് ഇനി ഒരു മണിക്കൂർ ഇവിടെ ഇരിക്കണം, എന്നാലേ അകത്തോട്ട് കയറ്റി കൊടുത്തോളൂ. അപ്പോൾ ലോഞ്ചിലായിരിക്കും കേട്ടോ. ഇവിടെ ഏകദേശം ഇനി 1 മണിക്കൂറും കൊണ്ട് നമുക്ക് ഫ്ലൈറ്റ് വരാൻ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ലോഞ്ചിലേക്ക് ഇത് വലിയ പ്രശ്നമൊന്നുമില്ല ഗൈസ്. അപ്പോൾ 3 കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടത്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോർഡിംഗ് പാസ് എടുക്കുക, ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്യുക, പിന്നെ സെക്യൂരിറ്റി ചെക്ക്. ഇത് 3 സിമ്പിളായിട്ട് പോയിട്ട് എനിക്ക് ഒരു മണിക്കൂർ പോലും നിന്നില്ല. ഇതൊക്കെ ഒരു അരമണിക്കൂറും ഫുൾ സെറ്റ് ചെയ്തിട്ട് ഇവിടെ വന്നിരുന്നിട്ടുണ്ട് ഗൈസ്. എനിക്ക് ഗേറ്റ് 4 ആണ് ഇവിടെ കിടക്കുന്നത്. ഇവിടെ ഗേറ്റ് 6, 7 ഇവിടെ. ഗേറ്റ് 4 അപ്പം ഗേറ്റിൻ്റെ അവിടെ ഇരിക്കുക. ഏകദേശം എനിക്കൊന്ന് അരമണിക്കൂർ ആകുമ്പോൾ ഫ്ലൈറ്റിലോട്ട് കയറ്റത്തുള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ അത് കാരണം വലിയ പ്രശ്നമൊന്നുമില്ല. ഇനി അങ്ങോട്ട് ഫ്ലൈറ്റിൽ കയറിയിട്ട് അങ്ങോട്ടുള്ള കാര്യങ്ങൾ ഇനി നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഗൈസ് ഇനി എന്ത് സംഭവിക്കുമെന്ന്. ടൂറിസ്റ്റ് വിസയിൽ പോവുകയാണെങ്കിൽ നമുക്ക് വേണ്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ വിസ, പിന്നെ ഇൻഷുറൻസ് വേണം, ഹോട്ടൽ ബുക്ക്, ഫ്ലൈറ്റ് ടിക്കറ്റ്. എൻ്റെ അടുത്ത് ചോദിച്ചൊരു ഇമിഗ്രേഷനിൽ വിസ കാണിച്ചു, ഇവിടെ ഹോട്ടൽ ബുക്ക് ചെയ്തിരിക്കുന്നത് കാണാം, എന്താ ചെയ്യുന്നു, അവിടെ എന്തുവാ ചെയ്യാൻ പോണത്. ആദ്യം ചോദിച്ചാൽ അവർ ജോബാണോ, അവിടെ എന്ത് ജോബ് ചെയ്യുന്നതെന്ന് ചോദിച്ചത് വിസ. അപ്പോൾ അങ്ങനെ ചോദിക്കത്തുള്ളൂ. അപ്പം അങ്ങനെ വിഷയമൊന്നുമില്ല. നമ്മൾ ടൂറിസ്റ്റ് വിസയിലാണ് പോണത്. ഇവിടെ എന്ത് ചെയ്യുന്നു അത് ചോദിച്ചു, അതും പറഞ്ഞു. വേറെ കാര്യങ്ങളൊന്നുമില്ല ഗൈസ്, ഒരു സിമ്പിളാണ്, എല്ലാം നല്ല ഇതാണ്. അപ്പം ബാലൻസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതെൻ്റെ അടുത്ത് ഒരുപാടും ചോദിച്ചില്ല. അപ്പം ഇനി അങ്ങോട്ട് പോകുമ്പം ചിലപ്പോൾ എനിക്ക് വന്ന് ദുബായിൽ ഇറങ്ങുമ്പോഴായിരിക്കും അക്കൗണ്ട് ബാലൻസ് കാണിക്കാൻ വേണ്ടി ചോദിക്കുന്നത്. പിന്നെ റിട്ടേൺ ടിക്കറ്റ് ചോദിക്കും, വിസ ഉണ്ട്, ഹോട്ടൽ ബുക്കിംഗ് ഉണ്ട്, ഇൻഷുറൻസ് കാണിക്കണം. പിന്നെ ഇൻഷുറൻസ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല. വിസ, ഹോട്ടൽ ബുക്കിംഗ്, റിട്ടേൺ ടിക്കറ്റ്, ഇത് 3 എൻ്റെ അടുത്ത് ഇമിഗ്രേഷന് ചോദിച്ചത്. വിസ, റിട്ടേൺ ടിക്കറ്റ്, ഹോട്ടൽ ബുക്കിംഗ്, ഇതാണ്. എൻ്റെ അടുത്ത് ഇൻഷുറൻസ് ചോദിച്ചില്ല. ഇനി ഇൻഷുറൻസിന് അങ്ങോട്ട് പോകുമ്പം എനിക്ക് ദുബായ് ചോദിക്കുമായിരിക്കും. ഇവിടെ എന്തായാലും എൻ്റെ അടുത്ത് ചോദിച്ചില്ല കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും ദുബായിൽ പോയിട്ട് നമുക്ക് ഇനി അവിടെ എന്തൊക്കെ ചോദിക്കുമെന്ന് നമുക്ക് നോക്കാം ഗൈസ്. ഓക്കെ, ഈ ഗേറ്റ് 4 ആണ്. എല്ലാ സാധനവും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനി എന്തായാലും ഇവിടെ അനൗൺസ് ചെയ്യും. പക്ഷേ അനൗൺസ് ചെയ്യുന്നൊന്നും മനസ്സിലാവത്തില്ല കേട്ടോ. മലയാളത്തിൽ അനൗൺസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇംഗ്ലീഷ് ഒരുമാതിരത്തെ ഇംഗ്ലീഷ് ഗൈസ്, ഏത് ഇംഗ്ലീഷാണെന്ന് പോലും നമുക്ക് അറിയത്തില്ല. ഇന്ത്യൻ ഇംഗ്ലീഷ് അല്ല, നമ്മൾ പഠിച്ച ഇംഗ്ലീഷ് അല്ല ഗൈസ്. ഓക്കെ, എന്തായാലും ഞാൻ ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ലോഞ്ച് ചെയ്തിരുന്ന് അനൗൺസ് ചെയ്യുമ്പോൾ അങ്ങോട്ട് പോകാം. ഇത് ഒറ്റ മനുഷ്യനും ഇല്ല കേട്ടോ. വീഡിയോ ഒന്നും എടുക്കുകയൂടാ ഗൈസ്. അത് കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെച്ച് വീഡിയോ എടുക്കുന്നത്. മറ്റുള്ളവരെ വീഡിയോ കണ്ടുകൂടല്ലോ. അത് കാരണം കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ വെച്ച് വീഡിയോ എടുക്കുന്നത് ഗൈസ്. ഇവിടെ ഒന്നും ആരുമില്ല കേട്ടോ. എല്ലാവരും വെളിയിലായിരിക്കും. ലോഞ്ചിൽ ആരുമില്ല, എല്ലാവരും വെളിയിലായിരിക്കും കേട്ടോ. ആ സൈഡിലായിട്ട് എങ്ങനെ ഇരിക്കുന്നത്, എല്ലാവരും ഇരിക്കുന്നുണ്ട്. ഞാനും ഇങ്ങനെ ഇരിക്കുകയാണ് ഗൈസ്. ഇനി നമുക്ക് വെറും 1 മണിക്കൂർ, കറക്റ്റ് 1 മണിക്കൂർ. നമുക്ക് 12:10 ആകുമ്പോൾ നമ്മൾ ഫ്ലൈറ്റ് കയറ്റും. 12:20 ആകുമ്പോൾ ഫ്ലൈറ്റ് എടുക്കും എന്നാണ് പറയുന്നത്. ഇതുവരെ ഗേറ്റ് ഒന്നും തുറന്നിട്ടില്ല. അത് ഗേറ്റ് തുറന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. ഞാൻ ഇവിടെ നിന്ന് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ പറയാം എന്തൊക്കെ സംഭവിച്ചു, എന്തൊക്കെ ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എന്തൊക്കെ വേണം, എന്തൊക്കെ വേണ്ട, എന്തൊക്കെ ചോദിച്ചു, എൻ്റെ കാര്യം മാത്രം പറയാം. ചിലപ്പം ഇവർ ബാലൻസ് ചിലപ്പം എനിക്ക് തോന്നുന്നു എത്ര ബാലൻസ് ആണ് വെച്ച് കാണിക്കണം ഗൈസ്. അതെനിക്ക് തോന്നുന്നത് ദുബായിലായിരിക്കും ചിലപ്പോൾ ചെക്ക് ചെയ്യുന്നത്. അറിയാൻ വയ്യ, അത് കാരണം കൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ എന്തായാലും ഇത്തരം കാര്യം 3 കാര്യങ്ങളെ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ഗേറ്റ് ഇതാണ് കേട്ടോ. ഗേറ്റ് നമ്പർ 4 ആണ്. അതുകൊണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ദുബായ് എക്സ്പ്രസ്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് കയറി കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, ഇമിഗ്രേഷൻ കഴിഞ്ഞ് ഇനി ഗേറ്റ് നമ്പർ 4 ആണിത്. ഗേറ്റ് നമ്പർ 4 കൂടെ നമുക്കിനി നേരെ ഫ്ലൈറ്റിൽ കയറാൻ പോവുകയാണ് ഗൈസ്. ഇതൊരു കുറേ നടക്കാനുണ്ടല്ലോ. നമ്മൾ ഫ്ലൈറ്റ് വന്ന് കിടപ്പുണ്ട്. നമ്മളെന്തായാലും അങ്ങോട്ട് പോവുകയാണ്. നമ്മളെ ഫ്ലൈറ്റാണ് കേട്ടോ വന്ന് കിടക്കുന്നത്. ഗേറ്റ് നമ്പർ 4 അതാണ് നമ്മുടെ ഫ്ലൈറ്റ്, എയർ ഇന്ത്യ എക്സ്പ്രസ്. സംഭവം ഉണ്ടായിരുന്നു, അത് അവർ കയറി എടുത്ത് കേട്ടോ. ഇനി നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറുകയാണ്. അതിൻ്റെ ഫ്ലൈറ്റ് നമ്മളിവിടെ വന്ന് കിടപ്പുണ്ട്, എയർ ഇന്ത്യ എക്സ്പ്രസ്. ഇതെന്നാണ് നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറാൻ പോകുന്നത്. ഇത് എന്തുകൂടെ ഇറങ്ങി കിടക്കുകയാണല്ലോ. ഓ ഗൈസ്, അതാണ്ട് എയർ ഇന്ത്യയുടെ കാണാൻ പറ്റും കേട്ടോ. വിമാനത്തിൽ കയറിയിട്ടുണ്ട്. എൻ്റെ 15F ആണ്, 13 ഇത് 15. सीट पॉकेट में रखा है, इसे ध्यान से पढ़ ले। और जो अतिथि ओवरविंग द्वार पर बैठे हुए हैं उनसे निवेदन है कि वह इन द्वार को खोलें। मोबाइल फोन should be switched off in airplane mode. നമ്മുടെ വിമാനം കഴിഞ്ഞു. വെളിയിൽ നിന്ന് കാണാൻ പറ്റുന്നില്ല. ഫുള്ളിരുട്ട്. രാത്രിയായിട്ട് ഒരു വകയും
കാണാൻ പറ്റുന്നില്ല. വെള്ളം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു സൗണ്ടാണ് ഇതിൻ്റെ അകത്ത്. നോക്കി എന്ത് സ്റ്റഡി ആയിട്ട് പ്ലെയിൻ പോകുന്നത് നോക്കി. ഫ്ലൈറ്റിൽ ഇതേപോലെ കുറേ സംഭവങ്ങൾ വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെ എക്സിറ്റ് ചെയ്യാം കുറേ സംഭവം. പിന്നെ ഒരു ബുക്കും കൂടെ ഉണ്ട് കേട്ടോ. ഈ ബുക്ക് കേട്ടോ. ഈ ബുക്കിൽ കണ്ടോ സ്നേക്കേഴ്സ് ഒക്കെ 2 സ്നേക്കേഴ്സ് 200 രൂപ അടിപൊളി. ഷാറൂഖ് ഖാൻ. ഇവിടെ ഇത് എത്ര 300 രൂപയ്ക്ക് 70 ഗ്രാം എന്ത് കാണുമെന്ന് 300 രൂപ. എനിപ്പിക്ക് 300 രൂപ. ഞാൻ കുറേ സംഭവങ്ങളുണ്ട് കേസ്. നമുക്ക് പ്ലേറ്റിൽ നിന്ന് മേടിച്ച് കഴിക്കാം. പക്ഷെ ഭയങ്കര റേറ്റ്. എന്നാലും ഇത് കൊള്ളാം. ഏതെടുത്താലും 100 രൂപ. വണ്ടി വെക്കൊണ്ടിരിക്കുക കേട്ടോ. രണ്ടാമത് പിന്നെ സീറ്റ് ബെൽറ്റ് എടുപ്പിച്ച് എയർ കട്ടർ. നമ്മൾ ഇത്ര അടിപൊളി തന്നെയാണ് പോകുന്നത്. എല്ലാവരും ഭയങ്കര ഉറക്കം. പാകിസ്ഥാൻ്റെ വണ്ടി കൂടെ 17 ആൻഡ്രോയിഡിലാണെങ്കിൽ ടൈം സോൺ ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് ആവും. സത്യം പറഞ്ഞപ്പോൾ ഇന്ത്യൻ സമയം 3:15 ആയിട്ടുള്ളൂ. പക്ഷേ ടൈം സോൺ ഉണ്ടാവും 17. അതായത് ഇപ്പോൾ ദുബായിയുടെ ടൈമായിട്ട്. ഇതാണ് കേട്ടോ ബാത്റൂം. ഫ്ലൈറ്റിലെ ബാത്റൂമും വെള്ളം നല്ല ചൂടുവെള്ളമാണ്. ഇപ്പം നമ്മൾ ലാൻഡ് ചെയ്യാറായിട്ടുണ്ട്. പെട്ടെന്ന് പോയി ഇരുന്ന് സീറ്റ് ബെൽറ്റ് ഇടുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്താണ് ഞാൻ അവിടെ എത്തിയിട്ട് ഇറങ്ങിയിട്ട് കാണാം. Portable electronic devices are switched off or in airplane mode. Please do not use the lavatory. Thank you. ബിസിനസ് ക്ലാസ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, ഇവിടെ വെളിയിലാണ് വന്നിറങ്ങിയത് കേട്ടോ. ടെർമിനൽ 2 ആ വണ്ടി കൊണ്ടുവന്നോളൂ. നമ്മളിതുവരെ കയറുക വന്ന വണ്ടിയാണ് കേട്ടോ. ഈ കിടക്കുന്നത് ബസ്സിലോട്ട് ടെർമിനൽ 2 പോകാൻ. നേറ്റൽ അസംബ്ലി ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ബാഗ് ഇറങ്ങുന്ന സ്ഥലം ഇവിടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു അവിടെയാണെന്ന് തോന്നുന്നത് നമ്മളൊക്കെ ഇറങ്ങുന്നത് കേട്ടോ. നമുക്ക് ഇമിഗ്രേഷനും കാര്യങ്ങളും എല്ലാം ക്ലിയർ ചെയ്ത് നമുക്കൊരു സിമ്മും തന്നു കേട്ടോ അവർ. ഡിയുവിൻ്റെ ഒരു സിം 10 GB ഫ്രീ ഇട്ട് വന്നാൽ അതിട്ട് നമുക്ക് ആക്ടിവേറ്റ് ചെയ്തെടുക്കണം പ്ലീസ്. കണ്ടോ ഇവിടെയൊക്കെ ബാഗ് ഇറങ്ങുന്ന സ്ഥലം. പക്ഷേ അവിടെയാണ് ആൾക്കാർ കൂടുതൽ. അങ്ങോട്ട് പോയി നമുക്ക് ബാഗ് എടുക്കാം. വേറൊരു ഫ്രണ്ടുകളുണ്ട്. പേരെന്തേലും അജീഷും കരാമയില്ല കേട്ടോ. നമുക്ക് കാണാം എന്തായാലും. എൻ്റെ ലഗേജ് ഒന്നും ഇതായിട്ട് വന്നു തുടങ്ങിയിട്ടില്ല. പ്ലെയിൻ ഇപ്പം വന്നിറങ്ങിയല്ലേ, പതുക്കെയല്ലേ വരുത്തുള്ളൂ. ഇവിടെ ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ഇവിടെ നിന്നാണ് നമ്മളെ ബാഗേജ് കളക്ട് ചെയ്യേണ്ടത്. നമ്മളെ ബാഗ് വരുന്നുണ്ടോ ഗൈസ് നോക്കട്ടെ. ഓ എൻ്റെ ബാഗ് അവിടെ പോയി കറങ്ങി വരും ഗൈസ്. കറങ്ങിക്കൊണ്ടിരിക്കും കേട്ടോ. ഇവിടെ എൻ്റെ ബാഗ് വരുന്നു ഗൈസ്. വരുന്നു കേട്ടോ. അൻവർ ലാനസ്. എന്തായാലും ഇവിടെ നിന്ന് എടുക്കാം. അപ്പം ഇത് രണ്ടുമാണ് എൻ്റെ ബാഗ്. ഞാൻ അപ്പോൾ ബാഗ് എടുത്തിട്ട് കാണാം ഗൈസ്. അതായത് അല്ലെങ്കിൽ ഇത് കൂടിപ്പോകും. അല്ലെങ്കിൽ അതിൻ്റെ ബാഗിൻ്റെ ബാഗ് കിടന്ന് ഓടേണ്ടി വരും കേട്ടോ. ഞാൻ കട്ട് ചെയ്തിട്ട് അതെടുക്കാം. ഇച്ചിരി സ്പീഡ് കൂടുതലാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതിന് രണ്ടിനെ എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട്. ഇനി ഒരു ട്രോളി എടുക്കണം. ട്രോളി ഇവിടെ ഉണ്ടല്ലേ. ട്രോളി എടുത്തിട്ട് സാധനം കയറ്റണം. നമ്മൾ സാധനം എടുത്ത് നമ്മളിനി പോവുക. ഇവിടെ ആയിരുന്നു നമ്മൾ വന്നത് കേട്ടോ. നമ്മൾ അവിടെയൊക്കെ പോയി നോക്കി. അങ്ങനെ ഇവിടെ ബാഗേജ് ഉള്ള സ്ഥലം ഇഷ്ടം പോലെ ഉണ്ട്. ഇങ്ങനെ വന്ന് കറങ്ങി കിടക്കും. അപ്പോൾ ഞാൻ എന്തായാലും അകത്ത് പോയി വിഷ്ണു വന്നിട്ടുണ്ട്. അപ്പം വിഷ്ണു ഇനി അതിന് മുന്നേ അവിടെ വണ്ടി ഇടാൻ പറ്റത്തില്ല ഗൈസ്. എന്തായാലും വെളിയിലോട്ട് പോയിട്ട് എക്സിറ്റ് ഇനിയെല്ലാം എക്സിറ്റ് നോക്കി പോയാൽ മതിയല്ലോ. ടാക്സി കിടക്കുന്ന നോക്കി ഇതിൻ്റെ പൊന്നെ. ഇവിടെ ഒരു ഇച്ചിരി സമയം പോലും ഇല്ല. നമ്മൾ കയറാൻ വേണ്ടിയുള്ള സമയം മാത്രമേ ഉള്ളൂ കേട്ടോ. വരിക്ക ടാക്സി കിടക്കുന്നത്. സോ അതാണ് ടെർമിനൽ 2 കേട്ടോ. ഞാനത് ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ടാക്സി ആണോ കിടക്കുന്നുണ്ടോ? വരിക്ക് ടാക്സി കിടക്കുന്നുണ്ടോ? ടാക്സി ഓടിയാൽ മതി ഗൈസ് ഇവിടെ ജീവിക്കാൻ. ഇതുണ്ടാ ഞാൻ ഈ സീബ്ര ലൈൻ കണ്ടല്ലോ. ഈ സീബ്ര ലൈനിൽ ആരും പാർക്ക് ചെയ്യുന്നില്ല. ഇതൊക്കെ എന്താ ഗൈസ് കേട്ടോ. അതായത് സീബ്ര ലൈനിൽ ആരും പാർക്ക് ചെയ്യത്തില്ല. ഞാൻ അവിടെ വന്ന് നിന്നപ്പോൾ തന്നെ വണ്ടികളെല്ലാം നിന്നവിടെ. ഞാനിവിടെ നിൽക്കുകയാണ്. നമ്മളെ വിഷ്ണു വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്.
വിഷ്ണു നിസാൻ സണ്ണിയിലൊക്കെ വരുമെന്നൊക്കെ പറഞ്ഞ കേസ്. അപ്പോൾ വിഷ്ണു വരണം. വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ മിനിറ്റിന് ഇവിടെ ഫ്ലൈറ്റ് വന്ന് ഇറങ്ങുക. മിനിറ്റ് എന്ന് വെച്ചാൽ ഒരു 2 മിനിറ്റ്. ഇപ്പോൾ ഞാൻ വന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റിനും അടുത്ത ഫ്ലൈറ്റ്. ഇഷ്ടംപോലെ ഫ്ലൈറ്റിൽ ഇങ്ങനെ വന്ന് പോയിക്കുക. നമ്മളിപ്പോൾ നിൽക്കുന്ന ടെർമിനൽ 2-ലാണ്. ടെർമിനൽ 2-ൽ സീബ്ര ക്രോസിൻ്റെ അവിടെ. ഇതാണ് ഞാൻ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുന്നത്. ഇതൊന്നും ഈ ലൊക്കേഷൻ മാർക്കിനെ തീർന്നു. അപ്പം ഗൈസ് അവൻ വരുന്നു. എന്നിട്ട് നമ്മൾ അതിൽ കയറി പോകുന്നു. ഇന്ന് ഇപ്പോൾ സമയം എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലെ സമയം 5:30 ആയി നാട്ടിലെ സമയം. ഇവിടുത്തെ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 മണി കേട്ടോ. 3-4 മണിക്കൂറിനുള്ളിൽ നമ്മളിവിടെ എത്തി കേട്ടോ. കറക്റ്റ് ടൈം. കറക്റ്റ് എന്ന് വെച്ചാൽ കറക്റ്റ് ടൈം. പിന്നെ ഫ്ലൈറ്റും കൊള്ളായിരുന്നു. എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് അടിപൊളി ഫ്ലൈറ്റ് ആയിരുന്നു കേട്ടോ. നല്ല വൃത്തിയുള്ള ഫ്ലൈറ്റ്, ഒരു കുഴപ്പമില്ല ഇല്ല. എന്തായാലും ഈ ജേണി കൊള്ളായിരുന്നു. ഫ്ലൈറ്റ് വന്ന് ഇറങ്ങാൻ പോകും. അപ്പോൾ മിനിറ്റിന് ഫ്ലൈറ്റ് ഇറങ്ങും പ്ലീസ്. അതാണ് എൻ്റെ. എന്തായാലും നമ്മൾ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കും. വെളുത്ത് വരുന്നു കേട്ടോ. നമ്മളെ ഇന്ത്യൻ ടൈം ഏകദേശം 6:10 ആയിട്ടുള്ളൂ. ഇവിടെ 4:30 4:35 ആ റേഞ്ചൊക്കെ ആയപ്പോൾ തന്നെ വെളുത്ത് തുടങ്ങി കേട്ടോ. നോക്കി വെളുപ്പാങ്കാലമായി ഗൈസ്. നമ്മുടെ തലയുടെ മേളിൽ കൂടെ ഒരു ഫ്ലൈറ്റ് വേണം. ഇവിടെ ഏകദേശം 5 മിനിറ്റ് കൂടുമ്പോൾ ഒരു ഫ്ലൈറ്റ് ഉണ്ട് കേട്ടോ. ഈ അടുത്ത വണ്ടി അവിടെ നിന്ന് വരുന്നത്. ഇവിടെ 1.5 മിനിറ്റ്. ഇപ്പോൾ നിൽക്കുന്ന കറക്റ്റ് കരാമയല്ലേടാ. ഇതാണ് എൻ്റെ കൂട്ടുകാരൻ വിഷ്ണു. നീ ഇപ്പോൾ ഫ്ലൈറ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ. എത്ര മിനിറ്റ് കൂടുമ്പോൾ വരുന്നത്? 1.5 മിനിറ്റ് കൂടുമ്പോൾ ഒരു ഫ്ലൈറ്റ് ഉണ്ട്. ആ ഫ്ലൈറ്റ് അവിടെ ലാൻഡ് ചെയ്യുന്ന മുന്നേ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ഫ്ലൈറ്റ് കാണാൻ പറ്റും. ഈ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു 1.5 മിനിറ്റ് വേണ്ട, അതിന് മുമ്പ് അടുത്ത ഫ്ലൈറ്റ് വരും. ചറവറ ഫ്ലൈറ്റ് വരും. വെളുപ്പാങ്കാലം. ആ ഗൈസ് റൂമിൽ പോയിട്ടില്ല. ഇത് റൂമിൽ പോകണം. ഇവിടെ എത്ര 5 മണി ആയി കാണും ഗൈസ്. 5 മണിയാകുമ്പോൾ ഇവിടെ വെളുക്കുമല്ലേ. ടൈമാണ്. ഇപ്പം തണുപ്പല്ലേ. അടുത്ത മാസം ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ റൂമിലോട്ട് പോകും. തൊട്ടപ്പുറത്ത് പള്ളിയുണ്ട്. ഇതേത് പള്ളിയാണ്? കരാമപ്പള്ളി. ഇതാണ് കരാമപ്പള്ളി കേട്ടോ. ഇവിടെയൊക്കെ ആൾക്കാർ ഇവിടെ ഇല്ലേ, ഇവിടെ രാവിലെ ഒന്നുമില്ല രാത്രി ഒന്നുമില്ല, ആൾക്കാരെ തെക്കും പറക്കും ഓടിക്കൊണ്ടിരിക്കുന്നു. ഫുൾ ടൈം ഓണാണ്. ഫ്ലൈറ്റ് ചെയ്യുന്നപ്പോൾ ഉള്ള വീഡിയോസൊക്കെ നിങ്ങൾ നോക്കിയത്. എൻ്റെ അകത്ത് എല്ലാം പകല് പോലെ കിടക്കും. റൂമിൽ പോയി ഉറങ്ങണം ഗൈസ്. അല്ലടാ, അത് അവനുമായിട്ടായിരിക്കും. ഡ്യൂട്ടി ഉണ്ടല്ലോ. അവനും ഉണ്ട് ഡ്യൂട്ടി. ടാറ്റാ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ബുർജുമാൻ കേട്ടോ. അതുകൊണ്ട് അവിടെയാണ് മെട്രോ സ്റ്റേഷൻ വരുന്നത്. ബുർജുമാൻ മെട്രോ സ്റ്റേഷൻ സെക്കൻഡ് ടെർമിനൽ. എക്സിറ്റ് 2 കേട്ടോ. ഇത് എക്സിറ്റ് 2 എന്ന് വെച്ചാൽ 2 എണ്ണം വെച്ചേക്കുന്നത്. 4 എക്സിറ്റ് ഉണ്ട്. ഇതാണ് എക്സിറ്റ് 2 നമ്മുടെ. അത് എക്സിറ്റ് 1, മറ്റേത് 4, ഇപ്പുറത്ത് 3. ഓ ഗൈസ്, അതാണ് കേട്ടോ. ഇത് ബുർജുമാൾ. ഇത് ഇച്ചിരി ഫേമസ് ഉള്ള സ്ഥലമല്ലേ ഗൈസ്. രാവിലെ ആയി തുടങ്ങി കേട്ടോ. ഇവിടുത്തെ ഒരു 5 മണി 6 മണി 5:30 ആയിട്ടുണ്ട് ഇവിടുത്തെ. എന്തായാലും റൂമിലോട്ട് പോവുകയാണ്. ഉറങ്ങണം ഗൈസ്, ഉറങ്ങണം. ഇന്ന് ഉറങ്ങിയതേ ഇല്ല. ഫ്ലൈറ്റിൽ കിടന്ന് ഉറങ്ങിയില്ല. ഭയങ്കര സൗണ്ട്. ഫ്ലൈറ്റിൽ ഭയങ്കര സൗണ്ടായിരുന്നു. ഞാൻ രാവിലെ എത്തിയിട്ട് ഒരു ഡീറ്റെയിൽ വീഡിയോ ഇടാം. ഫ്ലൈറ്റിൽ ഇവിടെ നിന്നൊന്നും ചോദിച്ചില്ല. എനിക്ക് ഇമിഗ്രേഷനിൽ നിന്ന് മറ്റേ സീലടിച്ച് തന്നു. അത്ര മാത്രമേ ചെയ്തോളൂ. വേറൊന്നും ചോദിച്ചില്ല. ഒരു സിമ്പിളായിരുന്നു. ഫുൾ വീഡിയോ വരുമ്പോൾ ഒരു നാളെ മറ്റന്നാളെ ഞാൻ ഒരു വീഡിയോ ഇട്ടു. അപ്പം ഞാൻ ഫുൾ കാര്യങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഉറക്കം വരുന്നുണ്ട് കേസ്. അപ്പോൾ എല്ലാവർക്കും ഭയപ്പെടും. മട്ടനും പൊറോട്ടയും മുട്ടകൾ കേട്ടോ. ഇവിടെ കുപ്പികൾ അടുക്കി വെച്ചേക്കുന്ന നോക്കി. നമുക്ക് അവിടെ നിന്ന് എന്തായാലും സിമ്മ് ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ. ഇത് ഏകദേശം 10 GB ഫ്രീ ഉണ്ട് കേട്ടോ. നമുക്ക് ടൂറിസ്റ്റ് വിസ വരുന്നവർക്കുള്ള ഒരു സംഭവമാണ്. ഇത് കൊള്ളാൻ കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടത്. സിം എടുക്കാൻ നിൽക്കണ്ട. ഒരു 2 മാസം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. 10 GB 5G ആണ് സംഭവം. ഓക്കെ, ഞാൻ ഇതൊന്ന് ഇട്ട് നോക്കട്ടെ കേട്ടോ. വലിയ തേരാപ്പാരം നടക്കുന്നുണ്ടോ. ഡബിൾ ട്രക്കറൊക്കെ പോടോ. കളർ നോക്കി ഇഡിലും ടേസ്റ്റാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. ചായ വിത്ത് ദുബായ്. പിറ്റേന്നായിട്ടുണ്ട്. ഇപ്പം വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നുണ്ട്. ഇപ്പോൾ രാവിലെ നമ്മൾ വന്നിറങ്ങി, രാത്രി വന്നിറങ്ങിയത്. അപ്പം എന്തായാലും ഇനി ഞാനിവിടെയാണ് കേട്ടോ. ഇന്ന് രാത്രി ഒന്ന് സ്റ്റേ ചെയ്തത്. ഇത് ഉറങ്ങി. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ കരാമയിൽ പോകും. കരാമയിൽ എൻ്റെ സ്റ്റേ ചെയ്യുന്ന കരാമയിലാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് പോകണം. അങ്ങോട്ട് പോയിട്ട് അവിടെ റൂമും കാര്യങ്ങളൊക്കെ എടുത്ത് റെഡിയാക്കണം. അപ്പോൾ ഗൈസ് ഇത്ര ഉള്ളു നമ്മളെ വീഡിയോ. ഞാൻ രാവിലെ ഒന്ന് വന്ന് എടുത്തേ. രാവിലെ ഒന്ന് കാണിക്കാൻ ഇവിടെ ഉണ്ടാവും. ഓണായി. ഇവിടെ എപ്പോഴും ഓണാണ് കേട്ടോ. അതായത് ഒരു 2 മണിക്ക് 3 മണിക്ക് വന്നാലും ഇത്രയും വണ്ടികൾ കാണും. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ഈ സംഭവങ്ങളൊക്കെ കേട്ടോ. അപ്പം ഞാൻ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ലൈക്ക് ചെയ്യാൻ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കലും. ഇനിയും കുറച്ച് സംഭവമുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് കാണിച്ചതേ ഉള്ളൂ. നമ്മളിപ്പോൾ കറക്റ്റ് ചെയ്യുന്ന ബുർജുമാളാണ് ആ കാണുന്ന ബിൽഡിംഗ്. ബുർജുമാളാണ് കേട്ടോ.
അപ്പം അതിൻ്റെ എക്സിറ്റ് ബുർജുമാലിൻ്റെ ആ ഒരു എന്താ മെട്രോ സ്റ്റേഷനാണ് 4 എക്സിറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇതിന് ഇവിടെ ഒരു റൂം എടുത്ത് അടിപൊളി കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും കരാമയിലാണ് പോണത്. കരാമയിൽ ഇപ്പോൾ റൂമുള്ളത്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ റൂം എടുത്ത് സ്റ്റേ ചെയ്യാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ലൈക്ക് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കലും. ഇനി ഇഷ്ടംപോലെ വീഡിയോസ് വരുന്നുണ്ട്. എനിക്ക് നോൾ കാർഡൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ കാണിച്ച് തരാം കേട്ടോ. ഇതിപ്പോൾ ഇത്രേ ഉള്ളൂ. വലിയ വീഡിയോ ആകുമെന്ന് വിചാരിച്ചാണ് ഇപ്പോൾ കട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഗൈസ് ഇനി നോൾ കാർഡും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഞാൻ എന്തായാലും വീഡിയോ. പിന്നെ എനിക്ക് സിം എന്തായാലും അവർ തന്നു കേട്ടോ. അപ്പം ഇവിടെ തന്നെ നമുക്ക് സിം ഫ്രീ സിം ആയിരുന്നു. അത് ഒരു 10 GB ഉണ്ട്. അത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ മെട്രോയ്ക്ക് വേണ്ടി കാർഡ് എടുക്കണം. അതൊക്കെ ഞാൻ ഇപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ പറയാം ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.